വെൽക്കം ടു കിഡോ ഹെവൻ. ഹായ് ചിൽഡ്രൻ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നൊരു ആൽഫബറ്റ് സോങ് വെച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ആർ യു റെഡി? ഓക്കെ, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് T U V W X Y and Z. Happy, happy we shall be when we learn our ABCs. Okay. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? ലെറ്റേഴ്സ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു? ഒന്ന് പറഞ്ഞേ, നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു? A B C D E F G H I J K L M N O. നമ്മൾ O വരെയുള്ള ആൽഫബറ്റ്സ് എഴുതാൻ പഠിച്ചു, അതിന്റെ സൗണ്ട്സ് പഠിച്ചു, വേർഡ്സ് ഒക്കെ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് O കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഏതാണെന്നറിയോ? ഓ കഴിഞ്ഞാൽ ഏത് ലെറ്ററാ വരുന്നത് അറിയോ? പി. ഒന്ന് പറഞ്ഞേ, പി. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഓ കഴിഞ്ഞാൽ വരുന്ന അടുത്ത ലെറ്റർ ആണ് ഏത്? പി. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പി. നമുക്കിനി ക്യാപിറ്റൽ ലെറ്റർ പിയും സ്മോൾ ലെറ്റർ പിയും എഴുതാൻ പഠിക്കണ്ടേ? ഓക്കെ, അപ്പൊ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ പി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമ്മള് ബി ലെറ്റർ എഴുതാൻ പഠിച്ചില്ലേ? അതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഡ്രോ എ സ്റ്റാൻഡിങ് ലൈൻ ഡൗൺ. ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് കണ്ടോ, നമ്മൾ ബി ലെറ്റർ എഴുതിയില്ലേ? അതുപോലെ ഒരു കേർവ് വരച്ചു കൊടുക്കുക. ഇപ്പൊ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ പി. ഒന്ന് പറഞ്ഞേ, ക്യാപിറ്റൽ ലെറ്റർ പി. ക്യാപിറ്റൽ ലെറ്റർ പി എഴുതാൻ എളുപ്പല്ലേ? ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, ഒരു കേർവ് വരയ്ക്കുക. എന്തായി? ക്യാപിറ്റൽ ലെറ്റർ പി. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ പി എങ്ങനെ എഴുതാൻ അറിയും? ഇതുപോലെ തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, എന്നിട്ട് ഇവിടെ നിന്നൊരു കേർവ് വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ പി. ഒന്ന് പറഞ്ഞേ, സ്മോൾ ലെറ്റർ പി. ക്യാപിറ്റൽ ലെറ്റർ പി, സ്മോൾ ലെറ്റർ പി എഴുതാൻ സിമ്പിൾ അല്ലേ? എങ്ങനെ എഴുതും? സ്റ്റാൻഡിങ് ലൈൻ, കേർവ്. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ പി. സ്മോൾ ലെറ്റർ പി എഴുതുമ്പോൾ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഒരു കേർവ് വരയ്ക്കുക. കണ്ടോ, ഇവിടെ ഇങ്ങനെ ലൈന് കാണണം, മുകളിൽ ഇങ്ങനെ ലൈൻ ഇതുപോലെ കാണണം. അതാണ് സ്മോൾ ലെറ്റർ പിയും ക്യാപിറ്റൽ ലെറ്റർ പിയും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? എളുപ്പല്ലേ? ക്യാപിറ്റൽ ലെറ്റർ പി, സ്മോൾ ലെറ്റർ പി. സ്മോൾ ലെറ്റർ പി എഴുതുമ്പോൾ മുകളിൽ ഇതുപോലൊരു ലൈൻ കാണണം. ഓക്കെ, ഇനി നമുക്ക് പി ലെറ്ററിന്റെ സൗണ്ട് പഠിച്ചാലോ? പി സൗണ്ട്, പി സൗണ്ട്, പിന്നെ സൗണ്ട് എന്താ? പി സൗണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ, പി സൗണ്ട്. ക്യാപിറ്റൽ ലെറ്റർ പി, സ്മോൾ ലെറ്റർ പി, പി സൗണ്ട്. ഓക്കെ, നമുക്ക് പി ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 4 പിക്ചേഴ്സിന്റെ നെയിംസ് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാ നോക്കിയാലോ? ഫസ്റ്റ് വൺ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബേർഡ് ആണ് അല്ലേ ഇത്? ഈ ബേർഡിന് പി ലെറ്റർ വെച്ചിട്ടൊരു നെയിം ഉണ്ട്. അതെന്താണെന്നറിയോ? എന്താണ്? പാരറ്റ്. പാരറ്റ്. ഇതെന്താണ്? പാരറ്റ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പാരറ്റ്. ഗ്രീൻ കളറിൽ വരുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു ബേർഡ് ആണ് ഇത്, പാരറ്റ്. പി ഫോർ പാരറ്റ്. പി ഫോർ പാരറ്റ്. ഓക്കെ, ഇനി അടുത്ത വേർഡ് ഏതാ നോക്കിയാൽ നമുക്ക് അതിന്റെ പിക്ചർ നോക്കാം. ഇതും ഒരു ബേർഡ് ആണ്. നമ്മുടെ നാഷണൽ ബേർഡ് ആണല്ലേ? ഇതിന്റെ നെയിം എന്താ? പീകോക്ക്. പീകോക്ക്. ഒന്നുകൂടെ പറഞ്ഞേ, പീകോക്ക്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, പീകോക്ക്. നമ്മുടെ നാഷണൽ ബേർഡ് ആണ്. പിന്നെ നല്ല ഡാൻസിങ് ബേർഡ് ആണല്ലേ ആര്? പീകോക്ക്.
നമ്മുടെ നാഷണൽ ബേർഡും ഡാൻസിങ് ബേർഡ് ആയിട്ടുള്ള ഇതിനെന്താ പറയുന്നത്? പീകോക്ക്. പീകോക്ക്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. പീകോക്ക്. P for peacock. P for peacock. Okay. ഒന്ന് പറഞ്ഞേ. P for parrot. P for peacock. Okay. ഇനി അടുത്ത പിക്ചർ ഏതാ നോക്കാം. ഇതെന്താണ്? എന്താണ്? നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നതാണ്. എന്താണ്? പെൻസിൽ. ഒന്ന് പറഞ്ഞേ. പെൻസിൽ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഇതെന്താണ്? പെൻസിൽ. പെൻസിലിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? P. P for pencil. P for pencil. Okay. ഇനി ലാസ്റ്റ് പിക്ചർ നോക്കാം. ഇതെന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്താണ്? പെൻ. ഒന്ന് പറഞ്ഞേ. പെൻ. പെന്റെ ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? P. P for pen. P for pen. Okay. ഇപ്പോ നമ്മള് P ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 4 വേർഡ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? പാരറ്റ്, പീകോക്ക്, പെൻസിൽ, പെൻ. ഈ വേർഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് P ലെറ്ററിലാണ്. ഓക്കെ. ഇനി ഒന്ന് പറഞ്ഞേ. P for parrot. P for peacock. P for pencil. P for pen. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ 4 പിക്ചേഴ്സിന്റെ നെയിംസും പഠിച്ചു വെക്കാം. സിമ്പിൾ അല്ലേ? ഇതെന്താണ്? പാരറ്റ്, പീകോക്ക്, പെൻസിൽ ആൻഡ് പെൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്യാപിറ്റൽ ലെറ്റർ P പഠിച്ചു, സ്മോൾ ലെറ്റർ P പഠിച്ചു. ക്യാപിറ്റൽ ലെറ്റർ P എങ്ങനെയാണ് എഴുതുക? എങ്ങനെ എഴുതും? ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. ഇതിന്റെ ഒരു കേർവ് വരച്ചാൽ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ P. സ്മോൾ ലെറ്റർ P എങ്ങനെ എഴുതുക? സ്റ്റാൻഡിങ് ലൈൻ ഇതിന്റെ ഒരു കേർവ്. ഇതാണ് സ്മോൾ ലെറ്റർ P. ഇത് ക്യാപിറ്റൽ ലെറ്റർ P. പിന്നെ സൗണ്ട് എന്തായിരുന്നു? P സൗണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ P ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 വേർഡ്സ് പഠിച്ചു. പാരറ്റ്, പീകോക്ക്, പെൻസിൽ, പെൻ. ഓക്കെ. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 60. ഇതിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ P, സ്മോൾ ലെറ്റർ P. ഈ 2 ലെറ്റേഴ്സും നിങ്ങൾ കളർ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ P ലെറ്ററിൽ പഠിച്ച പിക്ചേഴ്സുകൾ, വേർഡ്സിന്റെ പിക്ചേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടച്ച് ചെയ്തിട്ടൊന്ന് റീഡ് ചെയ്തേ. പാരറ്റ്, പെൻ, പീകോക്ക്, പെൻസിൽ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇവിടെ താഴെ ബോക്സിൽ ക്യാപിറ്റൽ ലെറ്റർ Pയും സ്മോൾ ലെറ്റർ Pയും എഴുതാനുള്ള ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വൃത്തിയായിട്ട് ഇവിടെ നിന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.